വളരെ 300 വോട്ടിന് മാത്രമാണ് KV സുമേഷ് ലീഡ് ചെയ്തിരുന്നത്. മുസ്ലിം ലീഗിന്റെ ആദ്യത്തെ വനിതാ MLA, മുസ്ലിം ലീഗിന്റെ ആദ്യത്തെ വനിതാ MLA ആയി ഫാത്തിമ തെഹലിയ മാറുകയാണ്. അത് ചില്ലറ പോരാട്ടമായിരുന്നില്ല. LDFന്റെ കൺവീനറെ വീഴ്ത്തിയാണ്, TP രാമകൃഷ്ണനെ വീഴ്ത്തിയാണ് ഫാത്തിമ തെഹലിയ അവിടെ നിന്ന് പേരാമ്പ്രയിൽ നിന്ന് നിയമസഭയിലേക്ക് വണ്ടി കയറുന്നത്. തൃക്കരിപ്പൂരിൽ സന്ദീപ് വാര്യർ വിജയിച്ചു. ചരിത്രത്തിൽ ആദ്യമായി പുതിയ ചരിത്രം. തൃക്കരിപ്പൂർ ഇടത് കോട്ടയായിരുന്നു. മണ്ഡലം രൂപീകരിച്ച അന്ന് മുതൽ ഇടതിനെ മാത്രം പിന്തുണച്ച തൃക്കരിപ്പൂരിൽ സന്ദീപ് വാര്യർ കോൺഗ്രസിന്റെ MLA ആയി നിയമസഭയിൽ ഉണ്ടാകും. തൃക്കരിപ്പൂരിൽ സന്ദീപ് വാര്യർ വിജയിച്ചിരിക്കുന്നു. പേരാമ്പ്രയിൽ ഫാത്തിമ തെഹലിയ വിജയിച്ചിരിക്കുന്നു. പേരാമ്പ്രയിൽ 7224 വോട്ടുകൾക്ക് ഫാത്തിമ തെഹലിയ വിജയിക്കുന്നു. എന്തൊക്കെയാണ് നടക്കുന്നത്? BJP പ്രവർത്തകരൊക്കെ നേതാക്കൾക്ക് കേട്ടാൽ അത്ര ഇഷ്ടപ്പെടുന്ന വാചകമല്ല. സന്ദീപ് വാര്യർ MLA. ബേപ്പൂർ എന്ത് സംഭവിക്കും എന്ന് കാത്തിരുന്നവർക്ക് ഏതാണ്ട് ഉത്തരമായിട്ടുണ്ട്. ഏതാണ്ട് 6000-ഓളം വോട്ടുകൾക്ക് മുഹമ്മദ് റിയാസ് ജയിച്ചു എന്നാണ് മനസ്സിലാവുന്നത്. ഇനി 1-2 ബൂത്തുകൾ മാത്രമാണ് അവിടെ സീറ്റാണ് ഇടതിനുള്ളത്. അത് ബേപ്പൂരാണ്. ബേപ്പൂർ കഷ്ടിച്ച് കടന്നുകൂടി എന്ന് പറയാം അല്ലെ. കണ്ണൂരിൽ നിന്ന്